വ്യത്യാസമുണ്ടല്ലോ. 1048 വാർഡുകളിലാണ് UDF വിജയിച്ചിരിക്കുന്നത്. മലപ്പുറത്ത് 286 അത് പാറ്റേണൊക്കെയാണ് എങ്കിലും 286 LDF, 21 NDA. ഇതാണ് അരുൺ, മലപ്പുറത്തിന്റെ സവിശേഷമായ സാഹചര്യം പെരിന്തൽമണ്ണ അടക്കമുള്ള ഇടങ്ങളിൽ UDFന് നേടാൻ കഴിയുന്ന വലിയ വിജയങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക്, ഇങ്ങനെ ഒരു വിധിയെഴുത്തിലേക്ക്? ശരിയാണ്, മലപ്പുറം അങ്ങനെ തന്നെ എന്ന് വിചാരിക്കാമെങ്കിലും ആ പ്രതീക്ഷകൾക്കും അപ്പുറത്ത് നേരത്തെ പണക്കാട് തങ്ങളടക്കം ആഹ്ലാദം കൊണ്ട് സംസാരിക്കാൻ കഴിയാത്ത തരത്തിൽ ആഹ്ലാദചിത്തനായി പ്രതികരിക്കാൻ കഴിയുന്ന വലിയ വിജയം ഉണ്ടാകുന്നത്. അതെ മാധു, എപ്പോഴും അത്തരത്തിലുള്ള രാഷ്ട്രീയ കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ടാകും, അത്തരത്തിൽ കൂട്ടിയും കേൾച്ചും ഒക്കെ ഉണ്ട്. പക്ഷെ അത്തരത്തിലുള്ള പറഞ്ഞ പ്രതികൂല ഘടകങ്ങൾ ഒന്നും തന്നെ UDFനെ ബാധിച്ചില്ല എന്നുള്ളതാണ് നേരത്തെ പ്രധാനപ്പെട്ട വരുന്ന ചോദ്യം. ഈ പ്രാദേശിക നീക്കുപോക്കുകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായുള്ള ധാരണയൊക്കെ എത്രമേൽ UDFന് ഗുണം ചെയ്യുമോ എന്നുള്ളതാണ്. എന്തായാലും അതിന്റെ കണക്കുകളിലെല്ലാം തന്നെ UDFന്റെ പ്ലസ് ആണ്. ഒരിടത്ത് പോലും ആകെയുള്ള 4 ഇടങ്ങളിലെ നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് 75% UDFന്റെ ആധിപത്യം ആ കണക്കുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു. പക്ഷെ LDFനെ സംബന്ധിച്ച് ആശ്വസിക്കാൻ ഒരു കണിക പോലും മലപ്പുറത്തില്ല എന്നുള്ളതാണ്. പൊന്നാപുരം കോട്ടയിൽ തന്നെ UDFന് മുന്നിൽ പച്ച സിഗ്നൽ കാണിച്ചിരിക്കുകയാണ് മലപ്പുറത്തെ വോട്ടർമാർ എന്നുള്ളത് തന്നെയാണ്. UDF 15, LDF 14, മറ്റുള്ളവർ 8. അവിടെ എന്തെങ്കിലും മാറ്റത്തിന് സാധ്യതയുണ്ടോ? UDF 15, LDF 14, മറ്റുള്ളവർ 8. എന്തെങ്കിലും മാറ്റത്തിന് സാധ്യതയുണ്ടോ? പെരിന്തൽമണ്ണയിൽ UDF 21 എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അന്തിമമായ കണക്ക്. അത് അപ്ഡേറ്റഡ് ലിസ്റ്റിൽ കാണുന്നില്ല എങ്കിലും 21 അന്തിമമായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ വരുന്ന കണക്ക്. അത് UDFന് അവിടെ ആശ്വാസമാണ്. UDF തരംഗമുണ്ട് എന്നുള്ളതായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സെക്രട്ടേറിയറ്റിൽ മാറ്റമുണ്ടാകുമെന്നുള്ളതായിരുന്നു പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ പ്രതികരണം. കോഴിക്കോടേക്ക് പോവുകയാണെങ്കിൽ 29, 25 എന്ന നിലയ്ക്കാണ് അവിടെ കോർപ്പറേഷനിലെ നിലവിലുള്ള ലീഡ് നില. NDA 13 മെച്ചപ്പെട്ടിരിക്കുന്നു. LDFന് 29, UDFന് 25.